ജിഷ കൊലക്കേസിൽ നിർണായകമായ വഴിത്തിരിവ്. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചു. ജിഷയുടെയും മഞ്ഞ ഷർട്ടിട്ട യുവാവിന്റെയും ദൃശ്യങ്ങളാണ് ലഭിച്ചത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട്? സൗമ്യ, അന്വേഷണം അതിന്റെ പ്രധാന ഒരു വഴിത്തിരിവായിരിക്കുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ജിഷയുടെ വീടിന് സമീപത്തു നിന്നുള്ള CCTV ക്യാമറയിൽ നിന്നാണ് ഒരു ദൃശ്യങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത്. അതിൽ ജിഷയും മഞ്ഞ ഷർട്ട് ധരിച്ച ഒരു യുവാവും ഉള്ള ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. വീടിന് സമീപത്തുള്ള കുറുപ്പുംപടിയിലെ തന്നെ ഒരു വളം വിൽപ്പന കേന്ദ്രത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ജിഷയും ഈ മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവും വീടിനകത്തേക്ക് കയറി പോകുന്ന വീഡിയോ ദൃശ്യമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഇനിയും ഇതിൽ ദൃശ്യങ്ങളുണ്ട് എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കും. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുന്നത് ഈ പ്രതിയുടെ നേരിട്ടുള്ള ദൃശ്യങ്ങൾ. പോലീസിന് പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ നേരിട്ടുള്ള ദൃശ്യങ്ങളാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കാരണം നേരത്തെയുള്ള മൊഴികൾ പ്രകാരം ഇത്തരത്തിൽ പരിസരവാസികൾ നൽകിയ മൊഴികളിലെല്ലാം തന്നെ മഞ്ഞ ഷർട്ടും കറുപ്പ് പാൻസും ധരിച്ച ഒരാൾ വീടിനകത്തേക്ക് കയറി പോകുന്നതും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതും കണ്ടു തുടങ്ങിയ പ്രധാനപ്പെട്ട മൊഴികൾ പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഇത് പ്രതിയാണെന്ന വിലയിരുത്തലും പോലീസിന് ഉണ്ടായിരുന്നു. ഇതിനെ സാധൂകരിക്കത്തക്ക പ്രധാനപ്പെട്ട ഒരു തെളിവാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വീടിന് സമീപത്തുള്ള വളം വിൽപ്പന കേന്ദ്രത്തിലുള്ള CCTV ക്യാമറയിൽ നിന്ന് ഇത്തരത്തിൽ ജിഷയും ഈ പറയുന്ന മഞ്ഞ ഷർട്ട് ധരിച്ച ഒരു യുവാവും വീടിനകത്തേക്ക് കയറി പോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ പോലീസ് ഇനി വിശദമായി പരിശോധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ വീഡിയോ ദൃശ്യങ്ങൾ കൂടി ഇതിൽ ഉണ്ട്. അതെല്ലാം ചേർത്ത് വിശദമായ ഒരു പരിശോധനയാണ് പോലീസ് നടത്തുക. ഇതിന് മുൻപ് തന്നെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ഇത്തരത്തിലൊരു ദൃശ്യം, അതായത് ജിഷയുടെ അയൽവാസിയുടെ വീടിന് മുൻപിലും ഇത്തരത്തിലൊരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറയിലും ഇത്തരത്തിൽ മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവിന്റെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന വാർത്ത ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും തന്നെ കൂടുതൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കൂടുതൽ വ്യക്തത വരുത്തുന്ന ദൃശ്യമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇത് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇനി പോലീസ് അന്വേഷിക്കുക. പോലീസിന് ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സൗമ്യ. ഉമേഷ്, ഒരു പക്ഷേ ആദ്യം മുതൽക്കേ തന്നെ അയൽവാസികളുടെ മൊഴിയെടുത്ത ഘട്ടത്തിലൊക്കെ തന്നെയും ഇത്തരം കാര്യങ്ങൾ വളരെ നിർണായകമായിരുന്നിരിക്കാം. ഈ ഒരു മഞ്ഞ ഷർട്ടിട്ട വ്യക്തിയുടെ സാന്നിധ്യം അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അയാൾ പ്രതിയാണ് എങ്കിൽ. പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഇത്രയും സുപ്രധാനമായ ഒരു തെളിവ് ലഭിച്ചിരുന്നില്ല. ഒരുപക്ഷെ ആദ്യ ഘട്ടത്തിലൊക്കെ ആ അന്വേഷണ സംഘം നേരിട്ടിരുന്ന ഒരു വലിയൊരു ആക്ഷേപവും കൃത്യമായി തെളിവുകൾ കണ്ടെത്താനായില്ല എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വലിയ കാര്യക്ഷമമായ ഒരു അന്വേഷണം നടക്കുന്നു എന്നതിന്റെ സൂചനകൾ കൂടിയല്ലേ ഇത്ര വൈകിയായാലും ഇങ്ങനെ ഒരു ദൃശ്യം ലഭിക്കുമ്പോൾ? അങ്ങനെ തന്നെയാണ് കണക്കാക്കേണ്ടത് സൗമ്യ. ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ പുതിയ സംഘം അന്വേഷണ ചുമതല ഏറ്റെടുത്തതോടെ പഴുതുകൾ അടച്ചുള്ള അന്വേഷണമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ രീതിയിലുള്ള അന്വേഷണവും, അതായത് എല്ലാ സാധ്യതകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടന്നിരുന്നത്. ഇതിനകത്ത് ഈ അന്വേഷണ സംഘത്തിൽ തന്നെ 3 SP-മാർ ഉണ്ടായിരുന്നു. ഈ 3 SP-മാർ നേതൃത്വം നൽകുന്ന വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വിവിധ രീതിയിലുള്ള അന്വേഷണമാണ് നടത്തിയിരുന്നത്. അന്യസംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, സമാന രീതിയിൽ കുറ്റകൃത്യം ചെയ്തവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, ഇത്തരത്തിൽ എല്ലാ തരത്തിൽ വിവിധ മേഖലകളിലാണ് അന്വേഷണം നടത്തിയിരുന്നത്. ഇത് കൂടാതെ ഈ പെരുമ്പാവൂരിലും പരിസര പ്രദേശങ്ങളിലും ഇൻഫർമേഷൻ ബോക്സുകൾ പോലീസ് സ്ഥാപിക്കുക. ഇവിടെ ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാനക്കാരുള്ള ഒരു മേഖലയാണ് പെരുമ്പാവൂര്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വിവിധ സ്ഥാപന ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്ത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കണക്കെടുക്കുക, മറ്റു ജില്ലകളിലും സംസ്ഥാനത്തിന് പുറത്തുമുള്ള അന്വേഷണം നടത്തുക. ഇത്തരത്തിൽ പഴുതുകൾ അടച്ച് രേഖാചിത്രം പുറത്തുവിട്ടതോടെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ സാദൃശ്യമുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ ചോദ്യം ചെയ്യുകയും പരിസരവാസികളെ വീണ്ടും ചോദ്യം ചെയ്യുകയും ജിഷയുടെ അമ്മയും സഹോദരിയും അടക്കമുള്ളവരിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കുകയും ഇത്തരത്തിൽ ഇതുകൂടാതെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് ഏതാണ്ട് 27 ലക്ഷം ഫോൺ കോളുകൾ ഈ സമയത്ത് പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇത് കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. CCTV ക്യാമറകൾ എവിടെയെല്ലാമാണെന്ന് പോലീസ് പരിശോധിച്ചു. അത്തരത്തിലുള്ള പരിശോധനയിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു തെളിവ്. കുറുപ്പംപടിയിലെ വളം വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും CCTV ക്യാമറ എടുക്കുകയും പ്രസ്തുത സമയത്ത് തന്നെ ഇത്തരത്തിൽ ജിഷയും ഈ മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവും കയറി പോകുന്ന ദൃശ്യങ്ങൾ ഈ CCTV ക്യാമറയിൽ ഉണ്ടാവുകയും ചെയ്തു. ഇത് തന്നെയാണ് ഈ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വ്യക്തതയാണ് വരുത്തേണ്ടത്. കൂടുതൽ വിദഗ്ധരുടെ സഹായത്തോടെ ഈ ദൃശ്യങ്ങളുടെ ആധികാരികത പോലീസ് പരിശോധിക്കും. ഇതിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കാറായിട്ടില്ല എങ്കിൽ തന്നെയും ഏതാണ്ട് ഉറപ്പിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇത് കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും തുടർന്നുള്ള അന്വേഷണം.
ഉമേഷ്, സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില സൂചനകളുടെ പശ്ചാത്തലത്തിലായിരുന്നു രേഖാചിത്രം അടക്കം തയ്യാറാക്കിയിരുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ ലഭിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ദൃശ്യങ്ങൾ എത്രത്തോളം ക്ലാരിറ്റി ഉള്ളതാണ്? ജിഷ കൊല്ലപ്പെട്ട സമയവുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ, ആ ദൃശ്യങ്ങൾ ലഭിച്ച ആ ഒരു സമയത്തിന്റെ ഒക്കെ കാര്യങ്ങൾ അത്തരത്തിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നിരീക്ഷണത്തിലാണോ ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘമുള്ളത്? സൗമ്യ, വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അവർ ഇത് വിശദമായ പരിശോധന നടത്തി അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും അത്തരത്തിലൊരു പുറത്തുവിടുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. എന്തായാലും ഇപ്പോൾ ലഭിച്ച ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് ആണ്, നിർണായകമാണ് എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. കാരണം നേരത്തെ ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു, ഇത്തരത്തിൽ പ്രതിയുടെ സംശയിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊരു അവ്യക്തമായ മഞ്ഞ ഷർട്ട് ധരിച്ച ഒരാളുടെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്ന സൂചന മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ജിഷയും ഈ മഞ്ഞ ഷർട്ട് ധരിച്ചിരുന്നയാളും ഒരുമിച്ച് പോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. അതിൽ കൂടുതൽ വ്യക്തത ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. എങ്കിൽ തന്നെയും ഇതിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടതാണ്. ആ ഒരു രീതിയിലേക്കായിരിക്കും ഇനി അടുത്ത നടപടികൾ പോലീസിന്റെ. യെസ്, ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരാളെ രേഖാചിത്രവുമായി സാദൃശ്യമുള്ള ഒരാളെ ഇടുക്കിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന സൂചനകൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പലരും സംശയത്തിന്റെ നിഴലിലാണ്. ഇങ്ങനെ ഇയാളെ പിടികൂടുന്നതിനായി ഒരുപക്ഷെ ഇനിയിപ്പോൾ ഈ ചിത്രത്തിനു കൂടി പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ദൃശ്യത്തിനൂടെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ തരത്തിലുള്ള നീക്കങ്ങളായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക? സൗമ്യ, വിവിധ രീതിയിലുള്ള അന്വേഷണം പരിശോധനകൾ പോലീസ് നടത്തുന്നുണ്ട്. സൗമ്യ സൂചിപ്പിച്ചതുപോലെ 2 ദിവസം മുൻപ് ഒരു ഗുണ്ടാ നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ ഗുണ്ടാ നേതാവാണ് ഇയാൾ. ഇതുകൂടാതെ ഇന്നലെയും ഇടുക്കിയിൽ നിന്ന് ഒരു യുവാവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളുടെ പെരുമാറ്റത്തിലും അസ്വാഭാവികത തോന്നിയിട്ടുണ്ട്. ഇയാൾക്കും ഈ രേഖാചിത്രവുമായി വളരെ അടുത്ത സാമ്യം ഉണ്ട്. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ആദ്യഘട്ടത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നതിലേക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ലെങ്കിൽ തന്നെയും വീണ്ടും പോലീസ് പരിശോധിക്കുകയും കൂടാതെ DNA ടെസ്റ്റ് ഉൾപ്പെടെ പോലീസ് നടത്തിയിരുന്നു. ഈ DNA പരിശോധനയിൽ പ്രതിയുടേതെന്ന് സംശയിക്കുന്ന DNA-കൾ 2-3 സാമ്പിളുകളിൽ നിന്നായി DNA പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട, അതായത് പ്രതിയെന്ന് സംശയിക്കുന്നയാളെ അത് പോലീസിന് ഉറപ്പായാൽ ഈ DNA ടെസ്റ്റ് ഉൾപ്പെടെ പോലീസ് നടത്തും. അത് രണ്ടും ഒരാളുടേതാണെന്ന് ഉറപ്പുവരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഔദ്യോഗികമായി പ്രതിയെ കണ്ടെത്തി എന്ന് പോലീസിന് പറയാനാകൂ. അപ്പോൾ തന്നെ കേസന്വേഷണത്തിന് ഇതുവരെയുള്ളൊരു പുരോഗതി, ഉമേഷ്, ആദ്യഘട്ടത്തിലെ കേസന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് മാത്രമല്ല യാതൊരു വിധത്തിലുള്ള സൂചനകൾ ലഭിക്കാൻ ആദ്യഘട്ടത്തിൽ തെളിവുകൾ പോലും കൃത്യമായി ശേഖരിക്കാൻ ആവാതെ നിന്ന് അല്ലെങ്കിൽ അതിൽ പോലും അലംഭാവം കാണിച്ച ഒരു അന്വേഷണ സംഘത്തെയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം സന്ധ്യയുടെ നേതൃത്വത്തിൽ ഉള്ള സംഘം എത്തിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരുന്നു? സൗമ്യ, ഈ കേസ് ആദ്യം അന്വേഷിച്ച സംഘത്തിന് തീർച്ചയായും വീഴ്ചകൾ സംഭവിച്ചുകൊണ്ട് പല തെളിവുകളുടെയും അഭാവം പോലീസിന് ഉണ്ടായിരുന്നു, അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ വളരെ തിടുക്കപ്പെട്ട് തന്നെ ഇത്തരത്തിൽ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്തുകയും പിന്നീട് മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തത് വലിയ ആക്ഷേപങ്ങൾക്കും പരാതികൾക്കും ഇടയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അന്വേഷണമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് പുതിയ സർക്കാർ വരികയും ADGP B സന്ധ്യ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തപ്പോഴും ഇതേ പ്രവൃത്തി തന്നെ അവർക്ക് വീണ്ടും ആവർത്തിക്കേണ്ടി വന്നു. കാരണം ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തെളിവ് നശിപ്പിച്ച അല്ലെങ്കിൽ തെളിവ് നഷ്ടപ്പെടുത്തിയ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ പുതിയ അന്വേഷണ സംഘത്തിനും ഏറെ പണിപ്പെടേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എങ്കിൽ തന്നെയും 3 SP-മാരെയും മറ്റും ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി ചിട്ടയായ രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 3 സംഘങ്ങളായി തിരിഞ്ഞെല്ലാമായിരുന്നു അന്വേഷണം നടന്നിരുന്നത്. പഴുതുകൾ അടച്ചുള്ള അന്വേഷണം, ഇത്തരത്തിൽ വളരെ വിശദമായ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് 27 ലക്ഷം ഫോൺ കോളുകളാണ് ഉണ്ടായിരുന്നത്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അന്യ സംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, രേഖാചിത്രവുമായി സാമ്യം തോന്നുന്ന നിരവധി പേരുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. അവരിൽ കൂടുതൽ സംശയം തോന്നുന്നവരെ പോലീസ് നേരിട്ട് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. അയൽവാസികളുടെ മൊഴിയെല്ലാം വീണ്ടും പോലീസ് പരിശോധിച്ചു. ഇതിൽ വൈരുദ്ധ്യമുണ്ടോ എന്നതും പോലീസ് കൃത്യമായി പരിശോധിച്ചു. അമ്മയുടെയും സഹോദരിയുടെയും മൊഴിയും പോലീസ് വീണ്ടും എടുത്തു. ഇതിൽ വൈരുദ്ധ്യങ്ങൾ പലതും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്കിൽ തന്നെയും അന്വേഷണത്തിന്റെ ഭാഗമായി അക്കാര്യങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിരുന്നില്ല. എന്തായാലും ഇത്തരത്തിൽ വളരെ ചിട്ടയോടെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇനി ഏറ്റവും നിർണായക തെളിവെന്ന രീതിയിൽ ഇത് കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. അതാരാണെന്നുള്ള വ്യക്തത വന്നാൽ പ്രതിയിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ എളുപ്പമാകും. ഒരുപക്ഷെ ഉമേഷ്, പല രീതിയിലുള്ള ഉന്നത ഇടപെടലുകളും ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അത് ആദ്യഘട്ടം മുതൽക്കേ തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കൊലപാതകത്തിന് ശേഷം നടന്ന കാര്യങ്ങൾ, അന്വേഷണത്തിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ പോലും
ഇപ്പോൾ ഇത്രയേറെ വളരെ ക്ലിയറായ ഒരു തെളിവ്, അതും ദൃശ്യ തെളിവ്, പ്രതിയുടെ തന്നെ അല്ലെങ്കിൽ പ്രതിയുടെ എന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ ഒരു ദൃശ്യ തെളിവ് തൊട്ടടുത്തുണ്ടായിട്ടും അത് കണ്ടെത്താനാവാതിരുന്ന അന്വേഷണ സംഘത്തിന്റെ ആദ്യ സംഘത്തിന്റെ ഒരു നിലപാട്, ഒരുപക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ കൂടി പരിശോധിക്കുമ്പോൾ ഈ ഒരു ഉന്നത ഇടപെടൽ എവിടുന്നൊക്കെയോ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന സൂചനകൾ, അങ്ങനെയുള്ള സംശയങ്ങൾ കൂടി ഉയരുന്നില്ലേ? അങ്ങനെ നമുക്ക് സംശയിക്കാം. കാരണം അന്വേഷണ സംഘമാകുമ്പോൾ ഏത് രീതിയിൽ അവർക്ക് അന്വേഷിക്കണം എന്നുള്ള പരിചയസമ്പത്തുള്ളവർ തന്നെയാണ്. ഇത്തരത്തിൽ CCTV കേന്ദ്രീകരിച്ചും ഒരുപക്ഷെ ഇതിന് മുൻപത്തെ അന്വേഷണ സംഘത്തിനും പരിശോധന നടത്താമായിരുന്നെങ്കിലും അത്തരത്തിൽ വിപുലമായ ഒരു അന്വേഷണം ഇതിനു മുമ്പുണ്ടായിരുന്ന അന്വേഷണ സംഘം നടത്തിയില്ല എന്ന് വേണം അനുമാനിക്കാൻ. ഇപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണം കൂടി, അതായത് ദൃശ്യ തെളിവുകൾ വല്ലതുമുണ്ടോ എന്നുള്ള അന്വേഷണമാണ് പോലീസിനെ ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ സഹായകമായത്. സമീപ പ്രദേശങ്ങളിലെല്ലാം പോലീസ് മൊഴിയെടുക്കുന്നതോടൊപ്പം വിശദമായ പരിശോധന നടത്തിയിരുന്നു. അത്തരത്തിൽ പരിശോധനയുടെ ഭാഗമായാണ് ഈ വളം വിൽപ്പന കേന്ദ്രത്തിൽ CCTV ദൃശ്യങ്ങൾ ഉള്ളത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഉടൻ തന്നെ പോലീസ് ശേഖരിക്കുകയും വിശദമായ പരിശോധന നടത്തുകയും ചെയ്തപ്പോഴാണ് ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ, നിർണായകമായ ഒരു തെളിവ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നേരത്തെയുള്ള അന്വേഷണ സംഘത്തിനും ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുൻപുണ്ടായിരുന്ന അന്വേഷണ സംഘത്തിന്റെ ഓരോ നടപടികളും പലപ്പോഴും സംശയം ജനിപ്പിക്കുന്നതായിരുന്നു. ആരെയെല്ലാമോ സംരക്ഷിക്കുന്ന തരത്തിലായിരുന്നു അന്വേഷണം എന്ന രീതിയിൽ പല പരാതികളും ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ജിഷയുടെ അച്ഛൻ പാപ്പു അടക്കമുള്ളവർ ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കടക്കം അദ്ദേഹം പരാതി നൽകിയിരുന്നു. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം എതിരെയാണ് പരാതി നൽകിയിരുന്നത്. ഇവർ പലരും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു, ഇവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണം അടക്കമുള്ള പരാതികളാണ് ജിഷയുടെ അച്ഛൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇതിനു മുൻപുണ്ടായിരുന്ന അന്വേഷണ സംഘത്തിനെതിരെ പല സംശയങ്ങളും ജനിപ്പിക്കുന്നതാണ് സാഹചര്യങ്ങൾ. എന്തായാലും ഇപ്പോൾ പോലീസിന് വളരെ നിർണായകമായ ഒരു തെളിവ് ലഭിച്ചിരിക്കുന്നു. ഈ തെളിവ് കേന്ദ്രീകരിച്ച് തന്നെ ഇനി അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഉമേഷ്, ഒരുപക്ഷെ ഇതുവരെയുള്ള ഒരു കേസിന്റെ ഒരു പശ്ചാത്തലം കൂടി ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു വലിയ വഴിത്തിരിവുമായി ബന്ധപ്പെടുത്തിയൊക്കെ പരിശോധിച്ചു നോക്കിയാൽ, സൗമ്യ, ഏപ്രിൽ 28-നാണ് ജിഷ കൊല്ലപ്പെടുന്നത്. ഈ ഏപ്രിൽ 28-ന് ജിഷയുടെ കൊലപാതകം നടന്ന് അടുത്ത ദിവസമാണ് പോലീസ് ഇത്തരത്തിൽ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. ഈ ഇൻക്വസ്റ്റിൽ തന്നെ മണിക്കൂറുകളോളം, ഏതാണ്ട് 4 മണിക്കൂറുകളോളം നീണ്ടു നിന്നതാണ് ജിഷയുടെ ഇൻക്വസ്റ്റ്. ഈ ഇൻക്വസ്റ്റിൽ പോലീസിന് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പോലീസിന് തന്നെ ബോധ്യപ്പെട്ടതാണ്. ഇത്തരത്തിൽ ജിഷ ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയമായിരിക്കുന്നു, ആന്തരാവയവങ്ങൾ പുറത്തു വന്നിരിക്കുന്നു തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ഈ ഇൻക്വസ്റ്റിൽ തന്നെ പോലീസിന് ബോധ്യപ്പെട്ടതാണ്. ഇതിനുശേഷം പോലീസ് അന്ന് തന്നെ പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മുൻപ് തന്നെ അവിടെ വിദഗ്ധർ ഉണ്ടായിരുന്നില്ല എന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു. അടുത്ത ദിവസം പോരെ എന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നെങ്കിലും പോലീസ് അന്ന് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്തിക്കുകയായിരുന്നു. പിന്നീട് അന്ന് വൈകിട്ട് തന്നെ ഈ മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നു. ബന്ധുക്കളോട് പറഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ അന്ന് തന്നെ മൃതദേഹം സംസ്കരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും ജിഷയുടെ അച്ഛൻ അടക്കമുള്ളവർക്ക് ഇതിൽ ആക്ഷേപം ഉണ്ടായിരുന്നു. ഇത്രയും പെട്ടെന്ന് മൃതദേഹം സംസ്കരിക്കരുത് എന്ന ഒരു ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് കണക്കിലെടുക്കാതെ അന്ന് തന്നെ പോലീസ് മൃതദേഹം സംസ്കരിച്ചു. അതുകൊണ്ട് തന്നെ തുടർന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഈ വിവാദമാകുന്ന സാഹചര്യത്തിൽ തുടരന്വേഷണത്തിനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ വീണ്ടും തെളിവ് ശേഖരിക്കാനുള്ള സാധ്യത അതോടുകൂടി ഇല്ലാതാകുന്നു. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമാണ് 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. PPTV അടക്കമുള്ള മാധ്യമങ്ങളിലൂടെയാണ് ഈ വിവരം പുറം ലോകം അറിയുന്നത്. ജിഷ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ള വിവരം അറിയുന്നത്. ഇതിനുശേഷം 4 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ തെളിവുകളെല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് ഒരു അന്വേഷണ സംഘത്തെ മുൻ സർക്കാർ നിയോഗിച്ചെങ്കിലും അവർ തെളിവുകളോ മറ്റു വിവരങ്ങളോ ഒന്നും കിട്ടാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് 1 മാസത്തോളം അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും പോലും കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീടാണ് പുതിയ സർക്കാർ വരികയും ADGP B സന്ധ്യയെ, നേരത്തെ തന്നെ അവർ ആവശ്യം ഉന്നയിച്ചിരുന്നതാണ്, ഒരു വനിതാ IPS ഓഫീസറെ കൊണ്ട്, മുതിർന്ന IPS ഓഫീസറെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ്. പിന്നീട് LDF സർക്കാർ വന്നപ്പോൾ ഇത്തരത്തിൽ B സന്ധ്യയെ ഇതിന്റെ അന്വേഷണ സംഘത്തിന്റെ ചുമതല ഏൽപ്പിക്കുകയും B സന്ധ്യയുടെ നിർദ്ദേശപ്രകാരം തന്നെ 3 SP-മാരെ ഉൾപ്പെടുത്തി സംഘം വിപുലീകരിക്കുകയും ചെയ്തു. ഈ സംഘം അന്വേഷണം ഏറ്റെടുത്തതോടെയാണ് ഈ രീതിയിലുള്ള ഒരു അന്വേഷണം. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ജിഷ കൊലക്കേസിൽ വളരെ നിർണായകമായ തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അന്നത്തെ ദിവസം പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ആളുടെ വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചു. തൊട്ടടുത്ത വളം ഡിപ്പോയിലെ CCTV ക്യാമറയിൽ നിന്നുമാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്. ജിഷയുടെയും മഞ്ഞ ഷർട്ടിട്ട യുവാവിന്റെയും ദൃശ്യങ്ങളാണ് ലഭിച്ചത്.